കൊല്ലൻപടി വളവ് റോഡ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുണ്ടുകളും കുഴികളും വെള്ളം നിൽക്കുന്ന അവസ്ഥയുമൊക്കെ ആയി യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് PWD ഓവർസിയറും അതുപോലെ തന്നെ എഞ്ചിനീയറും കോൺട്രാക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ മഴ കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഈ പ്രദേശവാസികൾക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ ഡ്രെയിനേജിന് സ്ലാബ് ഇടാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. വീട്ടിലെ വെള്ളം കെട്ടി നിൽക്കുന്ന ചെറിയ ചിരട്ടകളും കുപ്പികളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കമഴ്ത്തി വെച്ച് കൊതു വളരാതിരിക്കാനും മറ്റും പരിശ്രമിക്കണം എന്ന് ബോധവൽക്കരണം നടത്തുന്ന ഒരു കാലമാണ് ഈ കാലം. ആ സമയത്ത് തന്നെ അയിനിച്ചോട് നിന്ന് അങ്ങോട്ട് പോകുന്ന ഈ റോഡിന്റെ സൈഡ് മതിലിന്റെ ഒരു ഭാഗത്ത് സ്ലാബ് ഇടാനുള്ള കെട്ടുകളില്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിൽ വേസ്റ്റുകൾ നിറഞ്ഞു തുടങ്ങി. ഇത് കൊതുക് വളർത്ത കേന്ദ്രമായി കിടക്കുന്ന ഒരവസ്ഥയായിട്ട് മാറുകയാണ്. ഈ കാര്യത്തിൽ എന്താണ് ചെയ്യുക എന്ന് PWD അധികൃതരോട് ചോദിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ആളുകൾക്ക് പലവട്ടം ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. അയിനിച്ചോട് മുതൽ വളവിലേക്ക് പോകുന്ന രണ്ടു ഭാഗത്തും ഉണ്ടാക്കിയ ഡ്രെയിനേജ് ഒരു ഭാഗത്ത് മാത്രമാണ് പ്രൊട്ടക്ഷൻ വാൾ ഉള്ളത്. സ്വാഭാവികമായും രണ്ടു ഭാഗത്തും പ്രൊട്ടക്ഷൻ വാൾ ഉണ്ടാവുകയും ഒരു സപ്പോർട്ടിംഗ് പോള് ഒരു 4-5 മീറ്റർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 മീറ്റർ കഴിഞ്ഞാലെങ്കിലും ഉണ്ടാവുകയും ചെയ്താൽ മാത്രമാണ് സൈഡ് വാള് ഇരുത്താതിരിക്കുക. എന്നാൽ ഈ നിർമ്മിതിയിൽ അത് കാണുന്നില്ല. ഇത് എസ്റ്റിമേറ്റിന്റെ തകരാറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും PWD ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് പരിസരവാസികൾക്ക് പറയാനുള്ളത്. മാത്രവുമല്ല, രണ്ടു ഭാഗത്തും വാള് കെട്ടിയിട്ടുള്ള ഡ്രെയിനേജിന് പൂർണ്ണമായും ചില സ്ഥലത്താണ് സ്ലാബ് വാർത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ കൊല്ലംപടിയിൽ നിന്ന് ഇപ്പോൾ കടവനാട് പോകുന്ന റോഡിലേക്ക് നടത്തിയ ചെറിയ ഒരു നിർമ്മിതി, അത് അവിടുത്തെ ആ പലചരക്ക് കടയുടെ അശോകേട്ടന്റെ പലചരക്ക് കടയുടെ ഫ്രണ്ടിൽ അത് ഒരല്പ ദൂരം പോയി അവസാനിപ്പിച്ചിരിക്കുന്നു. എസ്റ്റിമേറ്റ് അത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. തൊട്ടപ്പുറത്ത് ബാബുവേട്ടന്റെ വൈദ്യശാല, മുത്തടുത്ത് വൈദ്യശാലയുടെ പരിസരത്ത് ഉണ്ടാക്കി വെച്ച ഡ്രെയിനേജ് ആ റോട്ടിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് വളയാൻ തടസ്സമായ രീതിയിലാണ്. അവിടെ വെള്ളം പോകാനുള്ള എന്തെങ്കിലും വലിയ പൈപ്പോ മറ്റോ സ്ഥാപിച്ച് ഒരു ചെറിയ പ്രൊട്ടക്ഷൻ വാൾ കൂടി കടവനാട് റോഡിലേക്ക് ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കി അതിനും സ്ലാബ് ഇട്ട് ആ പൈപ്പിലൂടെ മാത്രം വെള്ളം പോകുന്ന തരത്തിൽ മറ്റു വാഹനങ്ങൾ വരുമ്പോൾ അത് ഒടിയാൻ വളച്ചെടുക്കാൻ അവിടെ നിന്ന് ചന്തപ്പടിയിൽ നിന്ന് കൊല്ലംപടിയിലൂടെ വന്ന് വളവിലേക്ക് തിരിയുന്ന വാഹനങ്ങൾ ഒടിച്ചെടുക്കാൻ സൗകര്യത്തിൽ നിർമ്മാണം അവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് ബന്ധപ്പെട്ട ഓവർസിയറോടും അതുപോലെ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ചെയ്യണമെന്നും എന്തായാലും ഈ കുണ്ടുകളും കുഴികളും ഒക്കെ തീർത്ത ശേഷം അടിയന്തരമായി ഇതിന്റെ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്നുമാണ് ഈ സമയത്ത് പറയാനുള്ളത്. എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് കുണ്ടുകളും കുഴികളും തീർക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായി. അതിൽ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട MLA ശ്രീ നൗഷാദ് അലി അവറുകളുടെ ഇടപെടലുകൾ കാര്യമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചും അതുപോലെ തന്നെ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയും അടിയന്തരമായി ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതോട് കൂടിയാണ് ഈ പ്രവൃത്തി ത്വരിതഗതിയിൽ കുണ്ടുകളും കുഴികളും ഒക്കെ തീർത്ത് വരുന്നത്. അതിന്റെ ഒപ്പം ജനങ്ങളുടെ മറ്റാവശ്യം കൂടി പരിഗണിക്കപ്പെടണമെന്നാണ് പരിസരവാസികളുടെ ആഗ്രഹം. പ്രധാനമായിട്ടുള്ളത് ഈ ഡ്രെയിനേജുകൾക്ക് സ്ലാബ് ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ ടാറിങ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഭാഗത്ത് മാത്രം പ്രൊട്ടക്ഷൻ വാൾ ഉള്ളതിന് പകരം രണ്ടു ഭാഗത്തും പ്രൊട്ടക്ഷൻ വാൾ വരുന്നത് പോലെ എന്തെങ്കിലും ചെയ്യാത്തിടത്തോളം അവിടെ സ്ലാബുകൾ ഇടാൻ കഴിയില്ല. അവിടെ സ്ലാബുകൾ ഇടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ റോഡിന്റെ വീതി പൂർണ്ണമായിട്ടും വാഹനത്തിന്റെ ഗതാഗതത്തിന് ഉപയോഗിക്കാനും കഴിയില്ല. മാത്രവുമല്ല, അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന കൊതുക് വളർത്ത കേന്ദ്രങ്ങളായി ഇത് മാറും. ഇത് അയിനിച്ചോട് മുതൽ വളവ് പോകുന്ന രണ്ടു ഭാഗത്തും
രണ്ട് ഭാഗത്തും അങ്ങനെയാണ്. ഒരു ഭാഗത്ത് മാത്രം ഷെയ്ഡ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഒരു ഭാരമുള്ള വാഹനം അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് തള്ളാൻ സാധ്യതയുണ്ട്, റോഡ് തകരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ ബന്ധപ്പെട്ട ആളുകൾ ഇതിനുകൂടി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് പരിസരവാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത്.